ിലേക്ക് വരുമ്പോൾ മംഗളൂരിനടുത്ത് ഉള്ളാളിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണു. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്. ഉള്ളാളിലെ റിഹാന മൻസിൽ യാസിർ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഹാന, റിഫാൻ എന്നിവരാണ് മരണപ്പെട്ടത്. അതീവ ദാരുണമായ ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്. വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണാണ് ദാരുണമായ അപകടമുണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. KV ബൈജു നമുക്കൊപ്പം ഉണ്ട്. ബൈജു, അങ്ങേറ്റം ദുഃഖകരമായ വാർത്തയാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കനത്ത മഴയെ തുടർന്നാണോ ഈ അപകടം ഉണ്ടായത്? തീർച്ചയായും സജിത്തെ, കാസർഗോഡിനോട് അതിർത്തി പങ്കിടുന്ന ഉള്ളാളിനടുത്ത് മദനി നഗറിലാണ് ഈ അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. അതായത് റിഹാന മൻസിലെ യാസിർ, ഇദ്ദേഹത്തിന്റെ ഭാര്യ മറിയുമ്മ, മക്കളായ റിഫാന, ഒപ്പം റിഫാൻ, ഇങ്ങനെ 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഏതായാലും ഈ വീടിന് തൊട്ട് സമീപത്തായുള്ള അബൂബക്കർ എന്നയാളുടെ കൂറ്റൻ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഒപ്പം 2 മരങ്ങളും, ശക്തമായ കാറ്റും മഴയുമായിരുന്നു ഈ പ്രദേശങ്ങളിൽ. 2 മരങ്ങളും ഈ വീടിന് മുകളിലേക്ക് വീണു. അതോടുകൂടി ചെളിയും മണ്ണും നിറഞ്ഞു. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായത്. ഇതിൽ റിഷാന എന്നൊരു മകൾ കൂടി ഇവർക്കുണ്ട്. ഇവർ കാസർഗോഡാണ് വിവാഹം കഴിച്ചത്. ബക്രീദ് ആഘോഷത്തിനായി ഇവർ ഈ വീട്ടിലെത്തിയിട്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവർ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. മറ്റ് കുടുംബത്തിലെ 4 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 6 വർഷം മുൻപാണ് ഈ കുടുംബം ഈ വീട് വിലക്ക് വാങ്ങുന്നത്. പിന്നീട് 1 വർഷം ഈ വീട് വാടകയ്ക്ക് കൊടുത്തു. ഈ അടുത്ത നാളിൽ, അതായത് 6 മാസം മുൻപ് മാത്രമാണ് ഈ വീട്ടിൽ ഇവർ താമസം തുടങ്ങിയിരുന്നത്. ഏതാനും 2 വർഷം മുൻപ് സമാനമായ രീതിയിൽ മരം ഈ വീടിന് മുകളിൽ വീണ് ഒരു അപകടമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ്. കാസർഗോഡിനോട് തൊട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഈ ഉള്ളാൾ എന്ന് പറയുന്നത്. മംഗലാപുരത്തിനും കാസർഗോഡിനും ഇടയിലുള്ള ഒരു സ്ഥലം. ശക്തമായ കനത്ത മഴയാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലകളിലെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ദാരുണമായ സംഭവത്തിൽ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ നൽകാനുള്ളത്. യെസ്, അതാണ് ഏറെ ദുഃഖകരമായ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേരള അതിർത്തിയിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപകടത്തിന് ശേഷം മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നതാണ്. രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരുടെയും മരണം സംഭവിച്ചു എന്നതാണ് KV ബൈജു.